കണ്ടു പള്ളിക്ക് നാട്ടിലേക്കാവുന്നു ഇവര് കൊടുക്കണേ പോകട്ടെ. അപ്പോൾ ഇശാസ്കാരം കഴിഞ്ഞു, തെക്കുബീർ കൊടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നമുക്ക് വീട്ടിൽ തിന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നാളത്തെ കുറച്ച് ഒരുക്കങ്ങളുണ്ടാവും. അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ടൗണിൽ പോയി കൊണ്ടുവരാനുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ കാണട്ടെ. നമുക്ക് നാളത്തെ നിന്ന് കുറച്ച് പരിപാടി ഉണ്ട്, കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ നമ്മൾ ഈദ്ഗാഹിൻ്റെ ഗ്രൗണ്ട് സെറ്റാക്കട്ടെ. നമ്മൾ യൂദാര ഗ്രൗണ്ടിലാണ്. ചെക്കന്മാരിവിടെ വമ്പം പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അവർക്ക് മോരും വെള്ളം കൊണ്ടുവന്ന് പറയുമ്പോൾ അപ്പോൾ ഇതാ നമ്മളെ വണ്ടൂർ ടൗണിലേക്ക് ഇറങ്ങിയത്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കുലുക്കി സ്പോട്ട് ഇപ്പോഴും സജീവാട്ടോ. പെരുന്നാളിൻ്റെ തലേന്നും നമുക്ക് കുലുക്കിയൊക്കെ അടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. 29 ദിവസത്തെ വ്രതത്തിന് ശേഷം, പ്രധാനത്തിന് ശേഷം നമുക്ക് ഈദുൽ ഫിത്തർ വന്നിരിക്കുകയാണ് 2025. അപ്പോൾ ഈദ്ഗാഹിലേക്ക് പോകാൻ കേട്ടോ. എല്ലാവരും റെഡി ആയിട്ട് പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്തിരിക്കാനും മറക്കരുത്. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈദ് മുബാറക്. ഇതാണ് സമയം കേട്ടോ. ഇതാണ് يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. തിന്മകളിലേക്ക് മാടി വിളിച്ചാലും എന്റെ റബ്ബിന്റെ കൽപ്പനയുള്ളത് കൊണ്ട് ഞാൻ ആ തിന്മകളിലേക്ക് പോകില്ല എന്ന് യുവസമൂഹത്തിന് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലത്തെ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഈദ്ഗാഹിൽ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്ന് നമ്മളിൽ ആഗ്രഹിച്ച പല ആളുകളും ഇന്ന് നമ്മുടെ കൂടെയില്ല. ഒരുപക്ഷെ നമ്മുടെ സമീപത്തുള്ള നമ്മുടെ ഈ നാട്ടിലുള്ള ഖബർസ്ഥാനിൽ അവരന്ത്യവിശ്രമത്തിലാണ്. നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ. പ്രതിജ്ഞ ഉണ്ടായിരുന്നു. ഇത് പറക്കും. ഒരു നല്ല ഓർലിസ് കയറ്റാടോ. ഇത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോട്ടോ. ഇതിന്റെ എന്തോ ഹലുവ കിട്ടുമെന്നാണ്. എന്താ ചെയ്യാൻ പറഞ്ഞ എന്ത് കിട്ടുന്നാണ്? ഹലുവ കിട്ടും. എന്തോ ഹൽവ കിട്ടുന്ന സ്കാൻ ചെയ്താലേ ഇത് ഹൽവ
ഈ തെളിവ് കിട്ടി, സന്തോഷമായല്ലോ. ഒന്ന് പോയിക്കോ. ഇതാ മെയിൻ ഷെഫുകളൊക്കെ ഇത് കാരണം വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരവിടെ വന്നുണ്ട്. ഞാൻ ഇതിൽ വന്നാൽ പ്രശ്നം, അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ദമ്പ് പൊട്ടിച്ച് ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. പുറത്ത് കുറച്ച് ഫോട്ടോ സെഷൻ നടക്കുന്നുണ്ട്, നമുക്ക് ഉള്ളത്തെ കാഴ്ചകൾ എന്താ പോയിക്കോട്ടെ. സമാവാത്തും പുറാക്കീരി എങ്ങനെയാണ്? കൊടുത്തു തുടങ്ങാനായോ? കൊടുത്തു തുടങ്ങാനായോ? ആര് കൊടുത്തേ? ഓല കളിച്ചിനോ? കുട്ടികളെ കളിച്ചിനോ? കെട്ട് പുറത്തിരുന്ന് പടക്കം നോട്ടുകൾ. ഹലോ 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 ഇവിടെ ഹലോ ഹലോ അലി. പൈസ കൊടുത്തു തുടങ്ങി. അവിടെ കിട്ടിയോ? പെരുന്നാൾ പൈസ കൊടുത്ത് പുളിഞ്ഞ അവസാനം ആധാരം വരെ പണയം വെക്കുന്നു. ആദ്യഘട്ടം നമ്മളെ സഫാ ഹൗസ് നമ്മളെ വീട്ടിൽ നിന്ന് എല്ലാവരും ഫുഡ് കഴിച്ച് പിരിഞ്ഞു. ഫുഡ് കഴിച്ച് പെരുന്നാൾ പൈസ കൊടുത്ത് എല്ലാവരും പിരിച്ചുവിട്ടിട്ടുണ്ട്. ഞാൻ അടുത്തത് നേരെ പറമ്പ് കിട്ടോ, മൂത്താപ്പാൻ്റെ അടുത്ത് പോയിക്കൊണ്ടൊക്കെ ഒരുവിധം ടീമൊക്കെ അവിടെ എത്തിക്കണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. പറമ്പ് നേരെ ആദിവാസികൾ ഇങ്ങനെ വരി നമുക്ക് കിട്ടി കേട്ടോ. അങ്ങനല്ല എടുത്ത് തരിക. മിൽക്ക് പിന്നെ സിപ്പപ്പും. ആഹാ, ചൂടിന് സെറ്റാണ്. അപ്പോൾ നമ്മൾ പറമ്പെന്ന് ഇറങ്ങി നേരെ മറുപടിക്ക് കേട്ടോ. മൂത്താപ്പാൻ്റെ അടുത്ത് പോന്നു. ഇനി സോക്കത്താപ്പാൻ്റെ അടുക്ക് ഇവിടെയൊക്കെ എന്തൊക്കെയുള്ളത് പോയോ അവിടെ. പൊട്ടിച്ചോ, ദമ്മൊക്കെ പൊട്ടിച്ചോ. വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാലഡ്, മന്തി, ചിക്കൻ മന്തി, ബീഫ്, ഇതാണ് ഇവിടുത്തെ ഐറ്റം. അപ്പോൾ മറവീത്തത് കഴിഞ്ഞിട്ടോ, നല്ല ഫുഡ് അടിച്ച് കഴിഞ്ഞു. നേരെ വീട്ടിൽ തന്നെ പോവാണ്. അവിടെ കുറച്ച് വിരുന്നാർ വന്നാണ്. പോലെ സൽക്കരിക്കണം. രണ്ടാൾക്കാർ വരുന്നുണ്ട് കേട്ടോ. പായസം കുടിച്ചിട്ടോ സ്ഥലം കാലിയാക്കി. എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോയി. നമുക്ക് വൈഫ് ഹൗസ് പോകാം കേട്ടോ. ഒരുപാട് ലോങ്ങിലാണ് വൈഫ് ഹൗസ്. അപ്പോൾ അതുവരെ പോയിട്ട് വരാം. അപ്പോൾ നമ്മളെ വൈഫ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ, വൈഫിൻ്റെ വീട്. ഇതാക്കണ നമ്മളെ അടുത്ത സ്കൂളിൽ വിട്ടിട്ടുണ്ടോ, സെബീറിൻ്റെ ഷിയാബിൻ്റെ ഒക്കെ വീട്ടിലേക്ക്. ഇവിടെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്, ഒന്ന് ട്രൈ ചെയ്യാം. അതിവിവാദമായ നെതുവൻ്റെ മന്തി. അപ്പോൾ നമ്മൾ സെബീറിൻ്റെ ഷിയാബിൻ്റെ അടുത്തും സെബീറിൻ്റെ വൈഫ് ഉണ്ടാക്കിയ നല്ല അടിപൊളി ചിക്കൻ മന്തി കഴിച്ചിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയിട്ട് മഞ്ചേരി പോകണം. ബാക്കി നമുക്ക് അടിച്ചു. അപ്പോൾ നമ്മൾ മഞ്ചേരിക്കുള്ള പര്യടനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടി മുമ്പിൽ പോയിട്ടുണ്ട്, വേറെ വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ മഞ്ചേരി എത്തിട്ടോ. നമ്മൾ വെള്ളാഞ്ചിറ ആയുർവേദ ഹോസ്പിറ്റല്, നമ്മുടെ തറവാട്ട് വീടാണിത്. അപ്പോൾ ഇവിടെയായിരുന്നു ഇപ്രാവശ്യത്തെ പെരുന്നാൾ കൂടിയിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും നമുക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. മട്ടനല്ല, ചിക്കൻ. അപ്പം നല്ല അടിപൊളി ബിരിയാണിയും ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും കഴിക്കട്ടോ. അപ്പോൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് അസറസ്കാരം കഴിഞ്ഞിട്ട് നേരെ മുകളിലുള്ള വീടുകളിലേക്കൊക്കെ ഒന്ന് പോവാൻ കിട്ടും. അവിടെ കുറേ എന്തൊക്കെ ഐറ്റംസ് കഴിക്കാറുണ്ട്. അപ്പോൾ
നേരെ വെല്ലിയാക്കാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ. നമ്മുടെ ലൈഫ് ഓഫ് നിയാദിൻ്റെ നാജിറ്റൊക്കെ വീടാണ്. ഇവിടെ എന്തൊക്കെയൊക്കെ ഉള്ളത് പോയി നോക്കാം. സലാം. അത് ഇമ്മച്ചിൻ്റെ ഇത് ഇവിടെ പുഡിങ് നല്ല ബ്രെഡ് പുഡിങ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ വലിയ അമ്മേൻ്റെ അവിടെ നിന്ന് പുഡിങ്ങൊക്കെ കഴിച്ച് പുറത്തിറങ്ങി നേരെ രണ്ടാമത്തെ അമ്മേൻ്റെ അടുക്ക് ഇവിടെ എന്താ ഉള്ളത് പോയി നോക്കട്ടോ. നമ്മളെ ഷഹീമിൻ്റെ മുന്നക്കാൻ്റെ വീട് ഇവിടെ ഒരാള് ഇന്നത്തെ കളക്ഷൻ എത്രയായി? ബസ്സായിട്ട് കൂടി ഉണ്ടാവും. എത്ര പൈസ? ഇവിടെ പുഡിങ് എന്തോ ഉണ്ട്. എന്ത് പുഡിങ്ങാണ്? എന്തായിരുന്നു? അപ്പോൾ ഹോസ്പിറ്റലിൽ നമ്മളെ തറവാട്ടിൽ ഈ ഒരു വില്ലയിലായിരുന്നു നമ്മൾ ഇത്ര നേരം ഉണ്ടായത് കേട്ടോ. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇപ്പോൾ സമയം 6 മണി ആവാനായി. നേരെ തിരിച്ച് നാട്ടിൽ തന്നെ പോവാണ്. അപ്പോൾ വീഡിയോ നമ്മൾ അവിടെ ചെയ്തിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എന്താ വീട്ടുകാരൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഞ്ചേരിയിൽ നിന്ന് പര്യടനം കഴിഞ്ഞ് മടങ്ങി മുമ്പിലാക്കുന്ന ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ കമൻറ്റ് തിരക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണാൻ വരിക. ബൈ.